സുറിയാനി പാരമ്പര്യത്തിൽ ഏറ്റവും ചിട്ടയോടും കാർക്കശ്യത്തോടും കൂടി ആചരിക്കുന്ന ഒരു നോമ്പാണ് നിനവേ നോമ്പ് അഥവാ 3 നോമ്പ്. ഈ നോമ്പാചരണം ഉടലെടുത്തതും പൗരസ്ത്യ സുറിയാനി സഭയിലാണ്. നിനവേക്കാരുടെ യാചന അല്ലെങ്കിൽ ബാവൂസ എന്നും ഈ നോമ്പ് അറിയപ്പെടുന്നു. ബാവൂസ എന്ന സുറിയാനി വാക്കിന് യാചന, അപേക്ഷ എന്നൊക്കെയാണ് അർത്ഥം. മറ്റ് സഭകളിലും ഈ നോമ്പ് ആചരിക്കുന്നുണ്ടെങ്കിലും 3 നോമ്പുമായി ഏറ്റവും അധികം ഇഴചേർന്ന് കിടക്കുന്നത് പൗരസ്ത്യ സുറിയാനി സഭയാണ്. അതിന് കാരണം യൗനാൻ നിവ്യ ജീവിച്ച നിനവേയിൽ നിലനിന്ന സഭ പൗരസ്ത്യ സുറിയാനി സഭ ആയിരുന്നു എന്നതിനാലാവാം. അതേപോലെ തന്നെ ക്രൈസ്തവ സഭകളുടെ 2 സഹസ്രാബ്ദ കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട സഭയും പൗരസ്ത്യ സുറിയാനി സഭയാണല്ലോ. ഈ പീഡനങ്ങളുടെ നടുവിലും സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാണെന്ന് നിസ്സംശയം പറയാം. സഭയുടെ ആദ്യകാലം മുതൽ സഭയിൽ നിലനിന്ന ആചരണമാണ് 3 നോമ്പ്. 570 to 580 കാലഘട്ടത്തിൽ മെസ്സപ്പൊട്ടോമിയയിൽ ഉണ്ടായ ഒരു പകർച്ചവ്യാധി മാറിക്കിട്ടാനായി പൗരസ്ത്യ സുറിയാനി സഭയിലെ വിശ്വാസികള് എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിനങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും അതേ തുടർന്ന് പകർച്ചവ്യാധി അവസാനിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇതിന് നന്ദി സൂചകമായി വ്യാഴാഴ്ച ആഘോഷമായി നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ആരാധനാക്രമ വത്സരത്തിലും 3 നോമ്പ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയും പ്രത്യേക നമസ്കാരങ്ങളുണ്ട്. ദൈവം യാചനകൾ സ്വീകരിച്ചതിനുള്ള നന്ദി പ്രകാശന ദിനമായാണ് വ്യാഴാഴ്ച ആചരിക്കുന്നത്. ആരാധനാക്രമപരമായി നോക്കിയാൽ സുദീർഘമായ ക്രമങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാനായി നൽകിയിരിക്കുന്നത്. യാമ നമസ്കാരങ്ങൾ എല്ലാം വളരെ അധികമായി ഈ ദിവസങ്ങളിലുണ്ട്. കൂടാതെ ബുധനാഴ്ച മാർ നെസ്തോറിയസിന്റെ കൂദാശ ക്രമത്തിലാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ആണ്ടുവട്ടത്തിൽ ആകെ 5 ദിവസങ്ങളിൽ മാത്രമാണ് മാർ നെസ്തോറിയാസിന്റെ കൂദാശ ക്രമത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. അതിൽ 3ാമത്തെ ദിനമാണ് 3 നോമ്പിലെ ബുധനാഴ്ച. 3 നോമ്പ് ആചരണം ആരംഭിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം റംഷ നമസ്കാരത്തോടു കൂടിയാണ്. മാർ അപ്രേം ഉൾപ്പെടെയുള്ള സുറിയാനി പിതാക്കന്മാരുടെ ബാവൂസകൾ ഈ ദിനങ്ങളിൽ ചൊല്ലാറുണ്ട്. വ്യാഴാഴ്ച പ്രഭാതത്തിൽ നടത്തപ്പെടുന്ന ആഘോഷപൂർവമായ പരിശുദ്ധ കുർബാനയോടെ 3 നോമ്പ് പൂർത്തീകരിക്കപ്പെടും. പൗരസ്ത്യ സുറിയാനി സഭയായ മാർത്തോമ നസ്രാണി സഭയിലും 3 നോമ്പ് ഏറ്റവും സമുചിതമായി ആഘോഷിക്കുന്നു. സൗമാറംബ അഥവാ വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് 18 ദിവസം മുമ്പ് വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഈ നോമ്പിനെ 18ാം ഇട എന്നും വിളിക്കുന്നു. കുറവിലങ്ങാട്, കടുത്തുരുത്തി, പുളിങ്കുന്ന് എന്നിവിടങ്ങളിൽ 3 നോമ്പ് ചിട്ടയായി ആചരിച്ചിരുന്നു. എങ്കിലും ഇന്നത് കുറവിലങ്ങാട്, കടുതുരുത്തി എന്നീ പള്ളികളിലെ ആചരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ പ്രശസ്തമായിരിക്കുന്നത്. പുരാതന കാലം മുതൽ കുറവിലങ്ങാട് പള്ളിയിലെ 3 നോമ്പ് പ്രശസ്തമാണ്. 3 നോമ്പിന്റെ ആത്മാവായ ബാറൂസ നമസ്കാരങ്ങൾ ഇടക്കാലത്ത് പാടെ ഉപേക്ഷിച്ചുവെങ്കിലും ഏറ്റവും സുപ്രധാന തിരുനാളായി ഇവിടെ 3 നോമ്പ് ആഘോഷിച്ചു പോരുന്നു. പഴയ കാലങ്ങളില് വിശ്വാസികൾ പള്ളിക്ക് ചുറ്റും കുടിൽ കെട്ടി താമസിച്ച് 3 ദിവസങ്ങളിലും പള്ളിയിൽ ഭജനമിരുന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയിലും പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടിയാണ് ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. ഇന്ന് കുറവിലങ്ങാട് പള്ളിയിൽ ആഘോഷിക്കുന്ന 3 നോമ്പിൽ പ്രധാന ഭാഗം യൗനാൻ നിവിയുടെ കപ്പൽ യാത്രയെ അനുസ്മരിക്കുന്ന കപ്പലോട്ടം അഥവാ കപ്പൽ പ്രദക്ഷിണമാണ്. ഇവിടെ കപ്പൽ സംവഹിക്കാനുള്ള പരമ്പരാഗത അവകാശം നാവികരായിരിക്കുന്ന കടപ്പൂർ നിവാസികൾക്കാണ്. ഈ വർഷത്തെ 3 നോമ്പ് ജനുവരി 26, 27, 28 തീയതികളിൽ ആചരിക്കുന്നു. എല്ലാവർക്കും 3 നോമ്പിന്റെ പ്രാർത്ഥനാശംസകൾ.